നമസ്കാരം, എല്ലാവർക്കും മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ MCQ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മാർക്കറ്റ് ടാർഗറ്റിങ്ങും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് മാർക്കറ്റ് ടാർഗറ്റിംഗ്? മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രൈമറി പർപ്പസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ, ഐഡൻറ്റിഫൈങ് ദ ടോട്ടൽ മാർക്കറ്റ് സൈസ്. നമ്മുടെ മാർക്കറ്റ് സൈസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മുടെ മാർക്കറ്റ് ടാർഗറ്റിങ്ങിൻ്റെ പർപ്പസ് ആയിട്ട് പറയുന്നത്. അതോ ബി, ഓപ്ഷൻ ബി പറയുന്നു ഫോക്കസിങ് മാർക്കറ്റിംഗ് എഫേർട്ട് ഓൺ എ സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ്. നമ്മളൊരു സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മുടെ മാർക്കറ്റിംഗ് എഫേർട്ടൊക്കെ ആ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിൽ ഫോക്കസ് ചെയ്യുന്നതാണ് മാർക്കറ്റ് ടാർഗറ്റിങ്ങിൻ്റെ പർപ്പസ് എന്ന് പറയുന്നു. ഓപ്ഷൻ സി പറയുന്നു ഇൻക്രീസിങ് പ്രോഡക്റ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതാണ് മാർക്കറ്റ് ടാർഗറ്റിങ്ങിൻ്റെ പർപ്പസ് ആയിട്ട് പറയുന്നത്. ഓപ്ഷൻ ഡി പറയുന്നു റിഡ്യൂസിങ് കോമ്പറ്റീഷൻ റിഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നതാണ് പർപ്പസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സോ 4 ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. ഇതിൽ ഒരെണ്ണം റൈറ്റ് ആൻസർ ആയിരിക്കും. ഏതായിരിക്കും? മാർക്കറ്റ് ടാർഗറ്റിങ്ങിൻ്റെ പ്രൈമറി പർപ്പസ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ അപ്പോൾ എന്താണ് മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് നമുക്ക് ആദ്യം അറിയണം. സോ വാട്ട് യു മീൻ ബൈ മാർക്കറ്റ് ടാർഗറ്റിംഗ്? മാർക്കറ്റ് ടാർഗറ്റിംഗ് ഈസ് എ സെക്കൻഡ് സ്റ്റേജ് ഓഫ് STP പ്രോസസ്സ്. STP പ്രോസസ്സിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ് ആണ്. സോ ഇതിനു മുമ്പിലത്തെ വീഡിയോയിൽ നമ്മൾ സെഗ്മെൻറ്റേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു ഡീറ്റെയിൽ ആയിട്ട്. ഡിവൈഡിങ് ദ ഹെട്രോജീനിയസ് മാർക്കറ്റ് ഇൻടു എ ഹോമോജീനിയസ് മാർക്കറ്റ്. സോ അല്ലെങ്കിൽ എന്താണ് ഗ്രൂപ്പിംഗ് ഓഫ് കസ്റ്റമേഴ്സ് അക്കോർഡിംഗ് ടു സെർട്ടൻ ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് ഇൻകം, ഏജ്, റേസ്, നാഷണാലിറ്റി എക്സെട്ര. സോ അങ്ങനെ നമ്മളെന്താണ് കസ്റ്റമേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ ഹോമോജീനിയസ് ആയിട്ടുള്ള ഗ്രൂപ്പാക്കി മാറ്റുന്നതിനെ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈങ് മീനിങ് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് അതിനെ നമ്മൾ സെഗ്മെൻറ്റേഷൻ എന്ന് വിളിച്ചു. അങ്ങനെ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സുകൾ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് ടാർഗറ്റിംഗ് ചെയ്യുന്നത്. സെലക്ട് വിച്ച് സെഗ്മെൻറ്റ്സ് ടു സെർവ്. നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട്, ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ട്, ഏറ്റവും ഫീസിബിൾ ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റ് ഏതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. So market targeting is defined as the process of evaluating each market segment attractiveness and selecting one or more segment to enter. അപ്പം നമ്മൾ ഈ ഓൾറെഡി ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സിനെ ഓരോ സബ് സെഗ്മെൻറ്റ്സിനെയും നമ്മൾ എന്ത് ചെയ്യാണ് ഇവാലുവേറ്റ് ചെയ്ത് അതിൻ്റെ ഓരോന്നിൻ്റെയും അട്രാക്റ്റീവ്നെസ്, ഓരോന്നിൻ്റെയും അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് നമ്മൾ മനസ്സിലാക്കി അതിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യുന്നത് സെലക്ടിങ് വൺ ഓർ മോർ സെഗ്മെൻറ്റ് ടു എൻ്റർ. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, നമ്മുടെ പ്രോഡക്റ്റ് ഏറ്റവും വിറ്റുപോകാൻ സാധ്യതയുള്ള ഒരു സെഗ്മെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യും സെലക്ട് ചെയ്യും. അപ്പം ചിലപ്പോൾ 1-2 സെഗ്മെൻറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനെയാണ് നമ്മൾ ടാർഗറ്റിംഗ് എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ദെൻ പ്രൈമറി പർപ്പസ് ഓഫ് മാർക്കറ്റ് ടാർഗറ്റിംഗ്. മാർക്കറ്റ് ടാർഗറ്റിംഗിൻ്റെ പ്രൈമറി പർപ്പസ് ഓപ്ഷൻ ബി, ഫോക്കസിങ് മാർക്കറ്റ് എഫേർട്ട് ഓൺ എ സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്പെസിഫിക് ഗ്രൂപ്പിനെ നമ്മളൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ദെൻ എല്ലാവർക്കും പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് പകരം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കുന്നു. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലെ ഇപ്പം നമ്മളെന്താണ് ഫസ്റ്റ് സെമസ്റ്റർ 4 ഇയർ UG പ്രോഗ്രാമിലാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഉള്ളത്. അപ്പം ഇതിൻ്റെ ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് സെമസ്റ്ററിൽ UGയിൽ പഠിക്കുന്ന കൊമേഴ്സ് BCom UGയിൽ പഠിക്കുന്ന ഫസ്റ്റ് സെമസ്റ്ററിലെ വിദ്യാർത്ഥികളാണ് ഇവിടുത്തെ ടാർഗറ്റ് ഓഡിയൻസ് അല്ലെ ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ അപ്പം നമ്മൾ അവരെ സെലക്ട് ചെയ്തിട്ട് ദെൻ ആ ഗ്രൂപ്പിൻ്റെ സിലബസ് എന്താണെന്ന് നോക്കി ആ ഗ്രൂപ്പിൻ്റെ സിലബസിന് അടിസ്ഥാനമായിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർക്ക് പരീക്ഷ എഴുതാൻ എക്യുപ്ഡ് ആകുന്ന രീതിയിലുള്ള മെറ്റീരിയൽ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പ്രോഡക്റ്റ് ആ ഓഡിയൻസിന് അടുക്കൽ എത്തുമ്പോഴാണ് അവർ സാറ്റിസ്ഫൈഡ് ആകുന്നത്. അപ്പോൾ നമ്മൾ മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യുന്നത് എന്തിനാണ്? എല്ലാ സ്റ്റുഡൻസിനും ഈ ബുക്ക് കൊടുത്തിട്ട് കാര്യമില്ല. ഈ ബുക്കിൻ്റെ ആവശ്യക്കാരാരാണെന്ന് നോക്കി ആർക്കാണോ ഈ ബുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ആ ഗ്രൂപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നമ്മുടെ മാർക്കറ്റിംഗ് എഫേർട്ടുകളെല്ലാം നമ്മൾ എന്താണ് എടുക്കാനായിട്ട് മാർക്കറ്റ് ടാർഗറ്റിംഗ് ഹെൽപ്പ് ചെയ്യും. സോ ഫോക്കസിങ് മാർക്കറ്റിംഗ് എഫേർട്ട് ഓൺ എ സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ്. സെക്കൻഡ് വൺ, വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് മാർക്കറ്റ് ടാർഗറ്റിംഗ്? മാർക്കറ്റ് ടാർഗറ്റിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് ഓപ്ഷൻ എ പറയുന്നു ഡെവലപ്പിംഗ് എ മാർക്കറ്റ് മിക്സ്. ഒരു മാർക്കറ്റ് മിക്സ് ഡെവലപ്പ് ചെയ്യുന്നതാണ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നു. ദെൻ പ്രോഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ, പ്ലേസ്, ഇറ്റ് ഈസ് കോൾഡ് മാർക്കറ്റ് മിക്സ് 4 പീസ്. ദെൻ അടുത്ത രണ്ടാമത്തെ ഓപ്ഷനിൽ പറയുന്നു ഇവാലുവേറ്റിംഗ് ദ പൊട്ടൻഷ്യൽ മാർക്കറ്റ് സെഗ്മെന്റ്സ്.
പൊട്ടൻഷ്യൽ മാർക്കറ്റ് സെഗ്മെൻറ്റ്സിനെ, അതായത് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സെഗ്മെൻറ്റ്സിലെ ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സെഗ്മെൻറ്റ്സുകളെ ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നു. തേർഡ് വൺ പറയുന്നു സെലക്ടിങ് ടാർഗറ്റ് മാർക്കറ്റ്. ടാർഗറ്റ് മാർക്കറ്റിനെ അല്ലെ നമുക്ക് വേണ്ട മാർക്കറ്റിനെ സെലക്ട് ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നു. ഓപ്ഷൻ ഡി പറയുന്നു അനലൈസിങ് കോമ്പറ്റീറ്റേഴ്സ്. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ അനലൈസ് ചെയ്യുന്നതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നു. സോ ഏതായിരിക്കും റൈറ്റ് ആൻസർ? യെസ്, റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഇവാലുവേറ്റിംഗ് പൊട്ടൻഷ്യൽ മാർക്കറ്റ് സെഗ്മെൻറ്റ്സ്. അപ്പോൾ ഓൾറെഡി നമ്മൾ എന്താണ് മാർക്കറ്റിനെ സെഗ്മെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഗ്രൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? മാർക്കറ്റിനെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സെഗ്മെൻറ്റ്സുകളെ ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ്. ഓരോ സെഗ്മെൻറ്റും നമ്മൾ വലിയൊരു മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്ത് ഒരു 3-4 സെഗ്മെൻറ്റുകളാക്കി ഏറ്റവും ചെറിയ രൂപത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഓരോ സെഗ്മെൻറ്റും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കി അതിൽ ഏത് സെഗ്മെൻറ്റിലാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് നോക്കുക. അപ്പോൾ ഓപ്ഷൻ ബി, ഇവാലുവേറ്റിംഗ് പൊട്ടൻഷ്യൽ മാർക്കറ്റ് സെഗ്മെൻറ്റ്സ്. പൊട്ടൻഷ്യൽ മാർക്കറ്റ് സെഗ്മെൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റ് ടാർഗറ്റിങ്ങിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ദെൻ സ്റ്റുഡൻസിനാണ് ബുക്ക് ആവശ്യമുള്ളത്. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ബുക്ക് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റുഡൻസിനെ നോക്കിയപ്പം അവിടെ BA പഠിക്കുന്നവരുണ്ട്, BSc പഠിക്കുന്നവരുണ്ട്, കൊമേഴ്സ് പഠിക്കുന്നവരുണ്ട്, BCA പഠിക്കുന്നവരുണ്ട്, BVOC ഉണ്ട്. ഇങ്ങനെ വലിയൊരു ഗ്രൂപ്പ് ഉണ്ട്. ഞാനപ്പോൾ ഓരോ ഗ്രൂപ്പിനെയും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടും എനിക്ക് മനസ്സിലായി കൊമേഴ്സ് സ്റ്റുഡൻസിനാണ് ഈ ബുക്ക് ആവശ്യമുള്ളത്. കൊമേഴ്സ് സ്റ്റുഡൻസ് എടുത്തപ്പോൾ അവിടെ എന്താണ് ദെൻ PG പഠിക്കുന്നവരുണ്ട്, UG പഠിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ എന്താണ് BBA പഠിക്കുന്നവരുണ്ട്, ഇങ്ങനെ MBA പഠിക്കുന്നവരുണ്ട്, ഡിഫറൻറ്റ് എന്താണ് കാറ്റഗറി ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ വീണ്ടും അതിനെ ഡിവൈഡ് ചെയ്ത് BCOMിലോട്ട് വന്നു. BCOM ഡിവൈഡ് ചെയ്തപ്പോഴത്തേക്ക് അവിടെ വീണ്ടും എന്താണ് കുറേ സബ്സെറ്റുകൾ ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ സബ്സെറ്റുകൾ എടുത്തപ്പോൾ എന്താണ് BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എടുത്തു. BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എടുത്തപ്പോൾ അവിടെ എന്താണ് ഫസ്റ്റ് സെമസ്റ്റർ, സെക്കൻഡ് സെമസ്റ്റർ എന്ന് പറഞ്ഞ് പല സെമസ്റ്ററുകളുണ്ട്. അങ്ങനെ നോക്കി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഫസ്റ്റ് സെമസ്റ്ററിലാണ് എൻ്റെ പ്രോഡക്റ്റ് ഏറ്റവും നന്നായിട്ട് വിൽക്കാൻ പറ്റുന്നത്. സോ ഇവാലുവേറ്റിംഗ് പൊട്ടൻഷ്യൽ മാർക്കറ്റ് സെഗ്മെൻറ്റ്സ്, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മാർക്കറ്റ് ടാർഗറ്റിംഗ് സ്ട്രാറ്റജി ഫോക്കസ് ഓൺ ടൈലറിംഗ് പ്രോഡക്റ്റ് ടു ദ നീഡ്സ് ഓഫ് എ സിംഗിൾ കസ്റ്റമർ സെഗ്മെൻറ്റ്സ്? അപ്പം ഇതിൽ ഏത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ദെൻ സിംഗിൾ കസ്റ്റമർ സെഗ്മെൻറ്റ്, ഒരു സിംഗിൾ കസ്റ്റമേഴ്സിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ദെൻ മാർക്കറ്റ് ടാർഗറ്റിംഗ് സ്ട്രാറ്റജീസ് ഫോക്കസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് മാസ് മാർക്കറ്റിംഗ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണോ, അല്ലെങ്കിൽ ഓപ്ഷൻ ബിയിൽ പറയുന്ന ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിങ്ങിനെയാണോ നമ്മളങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നത്, അതോ ഓപ്ഷൻ സിയിൽ പറയുന്ന നീഷ് മാർക്കറ്റിങ്ങിനെയാണോ നമ്മൾ പറയുന്നത്, അതോ ഓപ്ഷൻ ഡിയിൽ പറയുന്ന അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് ആണോ? യെസ്, അപ്പം 4 ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതായിരിക്കും ഒരു സിംഗിൾ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ മാത്രം, ഏറ്റവും നാരോ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ടൈലർ മെയ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ കൊടുത്ത് അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്? ദെൻ യെസ്, അപ്പം ആൻസർ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് കവറേജ് ഓഫ് സ്ട്രാറ്റജി നമ്മൾ നോക്കാം. ഒന്ന്, നമുക്ക് അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട്. അതെന്താണ്? മാസ് മാർക്കറ്റിംഗ്. ഒരു സിംഗിൾ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സിംഗിൾ എന്നാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്ത് എൻ്റയർ കസ്റ്റമേഴ്സിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതാണ് അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ്. അവിടെ യാതൊരു വിധത്തിലുള്ള സെഗ്മെൻറ്റേഷനും ഇല്ല, ഒരൊറ്റ ഡിവിഷൻ മാത്രം. അടുത്ത എന്താണ്? സെഗ്മെൻറ്റഡ് ആണ്. അപ്പം ഡിഫറൻഷിയേറ്റഡ് ആയി. നമ്മൾ കൺസ്യൂമേഴ്സിനെ എന്താണ് ഡിവൈഡ് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ട് നമ്മളൊരു 4-5 ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് ഓരോ ഗ്രൂപ്പിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യുവാണെങ്കിൽ അതിനെ നമുക്ക് ഡിഫറൻഷിയേറ്റഡ് എന്ന് വിളിക്കാം. അടുത്ത എന്താണ്? സെൻട്രലൈസ്ഡ് ആണ് അല്ലെങ്കിൽ നീഷ് മാർക്കറ്റിംഗ് ആണ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അവർക്ക് വേണ്ടി മാത്രം ഞാൻ എൻ്റെ മാർക്കറ്റിംഗ് എഫേർട്ട് എടുക്കുവാണെങ്കിൽ. അടുത്ത മൈക്രോ മാർക്കറ്റിംഗ് ഉണ്ട്, ഇൻഡിവിജ്വൽ മാർക്കറ്റിംഗ് ആണ്. ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള ടൈലർ മെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ, ഓരോരുത്തരുടെയും നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിനെ ടൈലർ മെയ്ഡ് എന്ന് നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് മൈക്രോ മാർക്കറ്റിംഗ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? നമ്മുടെ പ്രോഡക്റ്റ് സിംഗിൾ കസ്റ്റമർ ഗ്രൂപ്പിനെ അല്ലെ സിംഗിൾ കസ്റ്റമർ സെഗ്മെൻറ്റ്സിനെ, ഒരു സെഗ്മെൻറ്റിനെ മാത്രമേ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുള്ളെങ്കിൽ ആൻസർ എന്താണ്? ദ നീഷ് മാർക്കറ്റിംഗ്. ഓപ്ഷൻ സി, നീഷ് മാർക്കറ്റിംഗ്. മാസ് മാർക്കറ്റിംഗിൽ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് എല്ലാ കസ്റ്റമേഴ്സിനും യൂസ് ചെയ്യുന്നത്. ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് ആണെങ്കിൽ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്ത് സെഗ്മെൻറ്റ് ചെയ്ത് ഓരോ സെഗ്മെൻറ്റിലും നമുക്ക് സെപ്പറേറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നു. നീഷ് മാർക്കറ്റിംഗിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് കസ്റ്റമേഴ്സിനെ മാത്രം സെലക്ട് ചെയ്ത് അവരെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി
ചെയ്യുന്നു. അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് ആണെങ്കിൽ അവിടെ എന്താണ്, യാതൊരു വിധത്തിലുള്ള ഡിഫറൻസിയേഷനും ഇല്ല. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരെയും ഒറ്റ കൺസ്യൂമേഴ്സ് ആയിട്ട് കാണുന്നു. യെസ്. ദെൻ നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ്? അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യുന്നില്ല, സെഗ്മെൻറ്റ് ചെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ അവിടെ കിട്ടാവുന്ന അഡ്വാൻറ്റേജസ് എന്താണ്? ഓപ്ഷൻ എ, ഇറ്റ് റിക്വയർ ഫ്യൂവർ റിസോഴ്സസ് ആൻഡ് കോസ്റ്റ്. കുറച്ച് റിസോഴ്സ് മതി, കോസ്റ്റ് കുറച്ച് മതി എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത ഓപ്ഷൻ ബി പറയുന്നു, ടു ക്രിയേറ്റ് പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ് ഓഫ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓപ്ഷൻ സിയിൽ പറയുന്നത് ടു ഫോക്കസ് ഓൺ എ സ്പെസിഫിക് കസ്റ്റമർ നീഡ്സ്. ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ അല്ലെ സ്പെസിഫിക് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സിനെ ഫോക്കസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഓപ്ഷൻ ഡി പറയുന്നു ടു മിനിമൈസ് ദ കോമ്പറ്റീഷനെ മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നമ്മളെന്താണ്, അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നില്ല, എല്ലാ കൺസ്യൂമേഴ്സിനും വേണ്ടി ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സോ അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് നമ്മൾ ദെൻ മാസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താണെന്നുള്ളതിനെ കുറിച്ചൊന്ന് നോക്കുക. എന്താണ് മാസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്? ഫോക്കസ് ഓൺ എൻറ്റയർ മാർക്കറ്റ് വിത്ത് വൺ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് മാർക്കറ്റിലുള്ള എല്ലാ കസ്റ്റമേഴ്സിനും ഒരേപോലെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. കവർ എ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് വിത്ത് സെയിം പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് വെച്ച് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സിനെ കവർ ചെയ്യുന്ന സ്ട്രാറ്റജി. കൊക്കക്കോളയൊക്കെ ചെയ്യുന്നത് ഇതേ സ്ട്രാറ്റജിയാണ്. ദെൻ അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് ആണ്. ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ആ പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു, എല്ലാവരിലോട്ടും എത്തിക്കുന്ന ഒരു സ്ട്രാറ്റജി ആയിരുന്നു ആദ്യകാലങ്ങളിൽ കൊക്കക്കോള ചെയ്തുകൊണ്ടിരുന്നത്. സോ അപ്പോൾ കോമൺ മാർക്കറ്റിംഗ് പ്രോഗ്രാമാണ്. കസ്റ്റമേഴ്സിനെ ബേസ് ചെയ്ത് ഗ്രൂപ്പ് ചെയ്ത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാറില്ല. സോ അപ്പോൾ റൈറ്റ് ആൻസർ. ദെൻ അങ്ങനെ അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമ്മൾ നടത്തിയാൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് ഓപ്ഷൻ എ, ഇറ്റ് റിക്വയർ ഫ്യൂവർ റിസോഴ്സസ് ആൻഡ് കോസ്റ്റ്. അല്ലേ, നമുക്ക് കുറച്ച് റിസോഴ്സ് മതി, കുറച്ച് കോസ്റ്റ് മതി. കാരണം ഒറ്റ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മതി എൻറ്റയർ കസ്റ്റമേഴ്സിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, എ കമ്പനി ദാറ്റ് സെൽ ദ സെയിം പ്രോഡക്റ്റ് but use a different advertising strategies for the various demographic group is practicing. Then കമ്പനി അവരുടെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നുണ്ട്. ദെൻ സെല്ല് ചെയ്യുന്നത് സെയിം പ്രോഡക്റ്റ് ആണ്, പക്ഷേ യൂസ് എ ഡിഫറെൻറ്റ് അഡ്വർടൈസിങ് സ്ട്രാറ്റജി. ഓരോ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിന് അല്ലെ വേരിയസ് ഡെമോഗ്രാഫിക് ഗ്രൂപ്പിൽപ്പെട്ട, വേരിയസ് ഏജിൽപ്പെട്ട, വേരിയസ് ഇൻകത്തിൽപ്പെട്ട, വേരിയസ് എഡ്യൂക്കേഷൻ ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള, അങ്ങനെ എന്താണ് ഡെമോഗ്രാഫിക് വൈസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഓരോ സെഗ്മെൻറ്റുകളാക്കി മാറ്റി ആ ഓരോ സെഗ്മെൻറ്റിനും നമ്മൾ എന്താണ് ഡിഫറെൻറ്റ് അഡ്വർടൈസിങ് സ്ട്രാറ്റജി യൂസ് ചെയ്യുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് നീഷ് മാർക്കറ്റിംഗ് ആണോ, മാസ് കസ്റ്റമൈസേഷൻ ആണോ, ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് ആണോ, കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അപ്പം നമുക്കെന്താണ് ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താണെന്ന് നോക്കാം. ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക്കകത്ത് എന്താ പറയുന്നത്? ദെൻ ടാർഗറ്റ് സെവറൽ സെഗ്മെന്റ്സ്. നമ്മൾ ഒന്നിലധികം സെഗ്മെന്റുകളെ സെലക്ട് ചെയ്തിട്ടുണ്ട്, ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഡെവലപ്പ് ഡിസ്റ്റിങ്ക്റ്റ് പ്രോഡക്റ്റ് ഓർ സർവീസ്. ഈ ഓരോ സെഗ്മെന്റിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് അല്ലെ സർവീസുകൾ, ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് സ്ട്രാറ്റജീസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം ഡിഫറെൻറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ അവിടെ എന്താണ് കസ്റ്റമേഴ്സിനെ സെഗ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് ക്യാബിനുണ്ട്, ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, ബിസിനസ് ക്ലാസ് ഉണ്ട്, എക്കോണമി ക്ലാസ് ഉണ്ട്. എല്ലാ സ്ഥലത്തും ഒരേ സർവീസ് അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്നത് ബേസിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാനായിട്ട് സൗകര്യം ഒരുക്കുന്നു. പക്ഷേ അതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഡിഫറെൻറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രൈവറ്റ് ക്യാബിനിൽ കൊടുക്കുന്ന ബെനിഫിറ്റും ഫീച്ചേഴ്സും അല്ല ഫസ്റ്റ് ക്ലാസ്സിൽ കൊടുക്കുന്നത്, അതല്ല ബിസിനസ് ക്ലാസ്സിൽ, അതല്ല എക്കോണമി ക്ലാസ്സിൽ. ഷാമ്പു എടുത്തു കഴിഞ്ഞാൽ നോർമൽ ഷാമ്പു ഉണ്ട്, ഹെർബൽ ഷാമ്പു ഉണ്ട്, ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂസ് ഉണ്ട്. അപ്പം ഒരു പ്രോഡക്റ്റ് ആണ്, പക്ഷേ നമ്മൾ എന്താണ് ഡിഫറെൻറ്റ് മാർക്കറ്റ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്തുകൊണ്ടാണ് പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കുന്നത്. സോ അങ്ങനെയാണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്തായിരിക്കും? ദ ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിനെ ടാർഗറ്റ് ചെയ്തിട്ട് ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് ആണ്. ഓരോ സെഗ്മെൻറ്റിനും നമ്മൾ ഓരോ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. ദെൻ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് മാർക്കറ്റ് ടാർഗറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.